നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 316th day. Today 6th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 316 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. യതസ്തതശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗത, താഭ്യോ യച്ഛത് സുവസ്ത്രാണി ഭൂഷണാനി കിയന്തി ച. യതസ്തതശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗത, താഭ്യോ യച്ഛത് സുവസ്ത്രാണി ഭൂഷണാനി കിയന്തി ച. ഓം തത്സത്. അവൻ പല ദിക്കിൽ നിന്നും ധനം കവർന്ന്, യതസ്തതശ്ച അവിടുന്നും ഇവിടുന്നുമായിട്ട് വിത്തം ധനം കവർന്ന് കൊണ്ടുവന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നു. ആ കുലടകൾക്ക്, ആ ദുഷ്ട സ്ത്രീകൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കുറേ കൊടുത്തു. കാമത്താൽ അന്ധനായ അവൻ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ അച്ഛൻ വീട് വിട്ടുപോയി, സഹോദരൻ വീട് വിട്ടുപോയി, അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. എന്നിട്ടും ഒന്നും തൻ്റെ ദുഷ്പ്രവൃത്തി മനസ്സിലാക്കാതെ വീണ്ടും ആ കുലടകളായ സ്ത്രീകൾ ആഭരണങ്ങളും ധനവുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി. കണ്ട സ്ഥലത്തും അവിടുന്നും ഇവിടുന്നും ഒക്കെയായിട്ട് ധനം കവർന്ന്, ആഭരണങ്ങളും ധനവും കവർന്ന് കൊണ്ടുവന്ന് ആ സ്ത്രീകൾക്ക് കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അവിടുന്നും ഇവിടുന്നുമായി ധനം കവർന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവർക്ക് കൊടുത്തു എന്നാണ് ഈ പറയുന്നത്. അതായത് യഥസ്ഥ അവിടുന്നും ഇവിടുന്നുമായി കവർന്ന് ധനം ഉണ്ടാക്കി പുനർഗത വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. താഭ്യോ യച്ച വസ്ത്രങ്ങളും ഭൂഷണങ്ങളും ആഭരണങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തു. ഒരു മനുഷ്യൻ കാമാന്ധനായാൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഈ ദുന്ദുകാരിയെ കാണിക്കുന്നത്. ഒരു മനുഷ്യന് ചീത്ത സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുഷ്പ്രവൃത്തി ഉണ്ടായാൽ അവൻ ദുസ്സംഗത്തിൽ താല്പര്യപ്പെടും. ആ ദുസ്സംഗത്താൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് ഈ ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നത്. ദുന്ദുകാരി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മാത്രമാണ്. ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് കാണിക്കുകയാണ്. ആ ദുന്ദുകാരിയെ എങ്ങനെ ഗോകർണൻ ഉദ്ധരിച്ചു എന്നുള്ളതാണ് ഭാഗവത മഹാത്മ്യമായിട്ട് ഇവിടെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യതസ്തതശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗത, താഭ്യോ യച്ഛത് സുവസ്ത്രാണി ഭൂഷണാനി കിയന്തി ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.